ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ 3 പേരും കൂടി അവിടെ സംസാരിച്ച് നിൽക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വർഷ പറയുന്നുണ്ട്, അവർ 3 പേരും പിണങ്ങിപ്പോയത് നന്നായി, നമുക്കതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആവില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതിന് നമ്മൾ 2-3 കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി ചെറുതായിട്ടൊന്ന് പകയുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് ഞെട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അവർ ഉറങ്ങിയിട്ടുണ്ടാവുമോ, രേവതേച്ചിയുടെ ഭർത്താവ് ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ മറ്റൊരു 2 പേരും ഉറങ്ങിയിട്ടുണ്ടാവില്ല, വിഷമിച്ചിട്ടിരിക്കുമോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് മോളിൽ നിന്ന് ഭയങ്കര അട്ടഹാസവും ചിരിയൊക്കെ കേൾക്കണത്. അപ്പോൾ രേവതി മെല്ലെ അങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, വർഷ പറഞ്ഞത് ശരിയാ, നിങ്ങളുടെ ഭർത്താക്കന്മാർ ഉറങ്ങിയിട്ടില്ല, പക്ഷേ അത് വിഷമം കൊണ്ടല്ല എന്ന് മാത്രം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ കേട്ടിട്ട് പറയുന്നുണ്ട്, നീ ഒന്ന് പോ വർഷേ, അവർക്ക് ഒരു സങ്കടവും ഇല്ല, കണ്ടില്ലേ അട്ടഹാസം കേട്ടില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 വർഷയ്ക്കും ശ്രുതിക്കും വന്നത് ഒരു മുഖമൊക്കെ പോയി നിൽക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ചന്ദ്രമ്മ, രേവതി കോഫി കൂടെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അച്ഛനവിടെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നത്, എന്താ ഹോട്ടലാണോ ഓർഡർ എടുക്കാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി തന്നിട്ട് നീ ഇന്ന് കോഫി കുടിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താ, അവൾ നിങ്ങൾക്ക് മാത്രമേ കോഫി എടുത്ത് തരുള്ളൂ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു, അതല്ല, അവൾ പൂക്കടയിലേക്ക് പോയി, കോഫി ഇട്ട് വെച്ചിട്ടാണ് പോയിരിക്കുന്നത്, വേണമെങ്കിൽ എടുത്ത് കുടിച്ചോ എന്ന് പറഞ്ഞു. അവളൊരു പൂക്കട തുടങ്ങിയ ശേഷം വീട്ടിൽ ഒരു പണി അവൾ എടുക്കണില്ല എന്ന് പറയുന്നുണ്ട്. രണ്ടും കൂടി നോക്കാൻ ബുദ്ധിമുട്ടല്ലേ, എന്നിട്ടും അവൾ വീട്ടിൽ പണി ചെയ്യുന്നുണ്ട്. അല്ല, നിനക്കെന്താ മറ്റു 2 മരുമക്കളോട് പറഞ്ഞാൽ രേവതി മാത്രം ചെയ്യണമെന്ന് എന്താ നിർബന്ധം ചോദിക്കുന്നുണ്ട്. അതിന് അവർ വേറെ പുറത്ത് പോയി ജോലി ചെയ്യല്ലേ, അപ്പോൾ രേവതിയും ജോലി ചെയ്യുന്നുണ്ടല്ലോ. അത് കേട്ട് മുഖം പിടിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കിവിടെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലോ, നിനക്കെന്താ ജോലി ചെയ്താൽ ചോദിക്കുന്നുണ്ട്. ആയ കാലത്തേ ഞാൻ വല്ല ജോലിക്കും പോയിരുന്നെങ്കിലേ ഇന്ന് ഞാൻ വലിയ ഉദ്യോഗസ്ഥയായേനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, എൻ്റെ തലയിലെഴുത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നിൻ്റെ തലയിലെഴുത്തല്ല, എൻ്റെ തലയിലെഴുത്ത് അങ്ങനെ പറയണം. എന്താ പറഞ്ഞേ ചോദിക്കുന്നുണ്ട്. അതല്ല, കോഫി അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്, ചൂടാറിന് വേണ്ടി എടുത്ത് കുടിക്കാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞു കേട്ടോ. ആ സമയത്ത് നമ്മുടെ സുധി പെട്ടിയും പടക്കി കൊടുത്ത് വരുന്നുണ്ട്, പായൊക്കെ എടുത്തിട്ട് മുകളിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ ഇത് എവിടുന്നാ, നീ എന്താ, ഞാൻ മുകളിലാണ് കിടന്നേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താ ചോദിച്ചപ്പോൾ ഒന്നും പറയണില്ല കേട്ടോ. അതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അച്ഛനോട് പറയുന്നുണ്ട്, നിങ്ങളിത് കേട്ടില്ലേ എന്ന് പറയുന്നുണ്ട്. അതിനെന്താ, അവൻ എവിടെയെങ്കിലും കിടക്കണ്ടേ, നിനക്കെന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ നിങ്ങൾ ഇടപെടാത്തത്, അപ്പോൾ അവരുടെ റൂമിലെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ചന്ദ്രമ്മയ്ക്ക് അത് അങ്ങോട്ട് പിടിച്ചിട്ടില്ല, മോനല്ലേ. അത് കഴിഞ്ഞിട്ട് മെല്ലെ നമ്മുടെ ശ്രുതി റൂമിലേക്ക് കയറി. അവിടെ എത്തിയപ്പോൾ ശ്രുതി മറ്റേ ലാപ്ടോപ്പിലിരിക്കുന്നുണ്ട് കേട്ടോ, മൈൻഡ് ചെയ്യണില്ല, ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷേ 2 പേര് സംസാരിക്കണമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ശ്രുതി അവിടെ ഇരുന്ന് പിന്നെ ബാത്റൂമിലേക്ക് ഞാൻ കയറിപ്പോയിട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അമ്മയ്ക്ക് തൊയിരല്ലല്ലോ, അമ്മ ശ്രുതിനെ കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ തട്ടി വിളിക്കുന്നുണ്ട്, മോളെ ശ്രുതി എന്ന് വിളിക്കുന്നത്. അതാ വരുന്നു ആൻറ്റി എന്ന് പറഞ്ഞിട്ട് വന്നു കേട്ടോ. പറയും, എന്താ മോളെ പ്രശ്നം, നീ ജോലിയിലായിരുന്നു നോക്കി. ഞാൻ അക്കൗണ്ട്സ് നോക്കുമായിരുന്നു അമ്മേ എന്ന് പറയുന്നുണ്ട് കേട്ടോ, ആൻറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ലോ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറയുന്നുണ്ട്. ഇല്ല, ഇന്നലെ ഒന്ന് ഉറങ്ങാൻ വൈകി അതുകൊണ്ടാന്ന് പറയുന്നുണ്ട്. എന്ത് പറ്റി ചോദിക്കുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾ 3 പേരും കൂടി സംസാരിച്ച് ഇരുന്നിട്ട് വൈകിട്ട് കിടന്നേന്ന് പറയും. 3 പേര് സംസാരിച്ചോ, അതത്ര പന്തിയല്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിനക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ, എന്നെയും കൂടി വിളിക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ആൻറ്റി ഉറങ്ങി അതുകൊണ്ടാണ്. വേറെ പ്രശ്നമൊന്നുമില്ല, എന്താ ആൻറ്റി ഉദ്ദേശിച്ചേ. അല്ല ഒന്നുമില്ല, മോള് ജോലി ചെയ്തോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ബാക്കിലിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്, ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് കേട്ടോ, മുഖമൊന്നും തെളിവില്ല. അത് കഴിഞ്ഞിട്ട് ആൻറ്റി താഴത്തേക്ക് പോന്നു. അപ്പോൾ ശ്രുതി അവിടെ അങ്ങനെ വന്നിരിക്കുന്നുണ്ട് റൂമിൽ. എന്നിട്ട് പറയട്ടെ, എനിക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിച്ചതാണോ തെറ്റുപറ്റിയെന്ന് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നത്. അതല്ല, എനിക്കിഷ്ടപ്പെട്ട ജോലി കണ്ടെത്തുന്നതിൽ നിന്ന് തെറ്റുപറ്റിയെന്ന് പറഞ്ഞത്. അതിന് ഞാനാണോ കാരണം ചോദിക്കുന്നുണ്ട്. നീ തന്നെയാണ് കാരണം, നീ ഒരു കാരണം തന്നെയാണ്. നീ അന്ന് പെട്ടെന്ന് ജോലി കണ്ടുപിടിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജോലിക്ക് പോയത്. നിനക്കറിയോ, ഞാൻ ഇഷ്ടപ്പെട്ട ജോലിയൊന്നല്ല ചെയ്തിരുന്നത്, എത്ര വിഷമിച്ചിട്ടാണ് ഞാൻ ജോലി ചെയ്തിരുന്നതെന്ന് അറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് കുറച്ച് നേരം നിർത്തി. അപ്പോൾ ശ്രുതി ഒന്നും മൈൻഡ് ചെയ്യാതിരുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഞാൻ ഹോട്ടലിൽ വെയിറ്ററായിട്ട് ജോലി ചെയ്യായിരുന്നു. അപ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടിയിട്ടോ, വെയിറ്ററായിട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാ അങ്ങനത്തെ ജോലിക്ക് പോയത് ചോദിക്കുന്നുണ്ട്. നീ ഒരു ദിവസം കൊണ്ട് ജോലി കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനെന്ത് ചെയ്യാനാ, ഇനി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ എനിക്കിഷ്ടപ്പെട്ട ജോലി കണ്ടെത്തുന്നവരെ ഞാൻ ജോലിക്ക് പോവില്ല, എനിക്കത് പറ്റും എന്ന് പറയുന്നുണ്ട്. ആരും ഒന്നും ഉപദേശിക്കാനെന്ന് പറഞ്ഞാൽ എന്നെ ഉദ്ദേശിച്ചാണോ, അതെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ശ്രുതിയൊന്നും സമ്പാദിക്കണ്ട, എനിക്ക് കോടികളും സമ്പാദിച്ച് തരണ്ട, നാട്ടിലൊന്നും ഒരു വില ഉണ്ടാവില്ല ജോലിയും കൂലിയില്ലെങ്കിൽ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ തന്നെ സച്ചി നിങ്ങൾ എന്തൊക്കെ പറയണത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയിട്ടുണ്ട്.
ഈ സമയം നമ്മുടെ സച്ചി ആകെ അസ്വസ്ഥനായിട്ട് റൂമിലിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫോൺ എടുത്ത് ആ വീഡിയോ നോക്കുന്നുണ്ട്. ശരത്ത് മറ്റേ അമ്മയുടെ നിന്ന് പൈസ അപഹരിക്കണ ആ വീഡിയോ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഈ കളൻ ആര് വിചാരിച്ചാലും നേരിയാക്കാൻ പറ്റില്ല, ഇവൻ്റെ ഭാവി എന്താവും എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ദേഷ്യം വന്നിട്ട് ഫോൺ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രേവതി ഇത് കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ എന്നിട്ട് സച്ചി അത് അവിടെ വെച്ചിട്ട് കുളിക്കാൻ പോയി, ബാത്റൂം കയറി. അപ്പോൾ രേവതി വന്നിട്ട് പറയും, ഈ ഫോൺ നോക്കിയിട്ടാണല്ലോ ഇത്ര ദേഷ്യപ്പെടുന്നത്, ഇതിന് മാത്രം എന്താ ഈ ഫോണിലെന്ന് ചോദിച്ചിട്ട് ഫോൺ എടുത്ത വശം സച്ചി ഡോറും തുറന്ന് വന്നു. എന്നിട്ട് ഫോൺ തട്ടി പറിച്ചു കേട്ടോ രേവതിയുടെ കൈ. അപ്പോൾ രേവതി എൻ്റെ കൈ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്ര ദേഷ്യപ്പെടാൻ മാത്രം എന്താ ഈ ഫോണിലുള്ളത് എന്ന് ചോദിച്ചു കേട്ടോ. നീ എന്തിനാ എൻ്റെ ഫോൺ എടുത്തേ? അപ്പം ഞാൻ വല്ലവരുടെ അല്ലേ ഫോണൊന്നല്ല എടുത്തത്, ആരുടെ ഫോണായാലും അങ്ങനെ എടുത്ത് നോക്കാനൊന്നും പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിന് മാത്രം രഹസ്യം, അതിൽ രഹസ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നീങ്ങിയിട്ട് വീണ്ടും വന്നിട്ട് ഫോൺ എടുത്തിട്ട് ഫോണും കൊണ്ട് ബാത്റൂമിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രേവതി ഒന്നും മനസ്സിലാവേണ്ട നിൽക്കും, ഇങ്ങനെയൊക്കെ എന്ത് പറ്റിയെന്നുള്ള ഭാവത്തിലാണ് നമ്മുടെ രേവതി നിൽക്കുന്നത്. അപ്പോൾ ഇതും നമ്മുടെ ചന്ദ്രമ്മ കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രേവതിയും ഇവരും ഇങ്ങോട്ട് വരുന്ന സമയത്താണ് നമ്മുടെ ശ്രീകാന്ത് കെട്ടും കണ്ണിയും എടുത്തിട്ട് വരുന്നത് മുകളിൽ നിന്ന് കേട്ടോ. അപ്പോൾ എടാ നീ എന്നുള്ള ടെറസിലാണ് കിടന്നേ ചോദിക്കുന്നുണ്ട്. ആ അതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്, എന്താ പ്രശ്നം ചോദിച്ചു, അതൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രേവതി അടുത്തോട് ചോദിക്കുന്നുണ്ട്, വർഷയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. വർഷം നല്ല ഉറങ്ങി കാണില്ല അല്ലേ, ഞാൻ നല്ല ടെറസിൽ കിടന്ന തന്നെ ഞാൻ ആദ്യമായിട്ട് ഞാൻ അവളെ പിരിഞ്ഞിരിക്കണത്, ഞാൻ നല്ല അവളോട് ദേഷ്യപ്പെട്ടു, അതിലവൾക്ക് സങ്കടം ഉണ്ടാവില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയാനായിട്ട് വരുന്നുണ്ട്, അവൾക്ക് അത്ര കുഴപ്പമൊന്നുമില്ല എന്ന് പറയാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശ്രീകാന്ത് അത് പറയാനായിട്ട് സമ്മതിക്കുന്നില്ല. എനിക്കറിയാം അവൾക്ക് വിഷമം ഉണ്ടാവും എന്നൊക്കെ പറയാം. എന്നാൽ പിന്നെ നീ പോയി നോക്ക് ചെല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ റൂമിലേക്ക് ചെന്ന് ഡോർ തുറന്നൊന്നും നമ്മുടെ വർഷ അറിഞ്ഞിട്ടില്ല. വർഷ മറ്റേ ബ്ലൂടൂത്തൊക്കെ വീട്ടിൽ വെച്ച് പാട്ടൊക്കെ വെച്ചിട്ട് ഗംഭീര ഡാൻസാണ് അവിടെ, ചാടി തകർക്കാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ശ്രീകാന്തിൻ്റെ മുഖം പോയിട്ടോ. അപ്പോൾ ശ്രീകാന്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ ഉറങ്ങിയാ? ഞാൻ നന്നായി ഉറങ്ങി. നമ്മളെ രണ്ടുപേരും കിടക്കുക കാരണം എനിക്ക് സ്ഥലം കിട്ടാറില്ല. ഇന്നലെ ലാവിഷായിട്ട് ഇന്നലെ ഞാൻ തന്നെയല്ലേ ബെഡിലുണ്ടായിരുന്നുള്ളൂ, നല്ല സുഖമായിട്ട് ഞാൻ ഉറങ്ങി. അപ്പം നിനക്കൊരു വിഷമം ഉണ്ടായിരുന്നില്ല. എന്തിനു വിഷമിക്കണം? തല്ലൂട അതിപ്പോൾ അത്ര നിസ്സാര കാര്യമല്ലേ. പിന്നെ ഇപ്പോൾ നമ്മൾ തല്ലൂടി ഞാൻ കാരണമല്ലോ, ശ്രീകാന്ത് കാരണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വന്നു കേട്ടോ. അപ്പോൾ ഇത് ഇവിടുന്ന് ബഹളം കേട്ടപ്പോൾ നമ്മുടെ ചന്ദ്രമ്മ വന്നിട്ട് വാതിലിൻ്റെ അവിടെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിൻ്റെ അമ്മയാണ് ഇതിനൊക്കെ കാരണം. അമ്മ ഒരു പാർട്ടിക്ക് പൊക്കോളാൻ പറഞ്ഞു നമ്മളോട്, അതിപ്പോൾ സമ്മതിച്ചില്ല, അത്രയല്ലേ ഉള്ളൂ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എല്ലാ വീട്ടിലും പെണ്ണുങ്ങളുടെ അമ്മ കാരണമാണ് വഴക്കുണ്ടാവുന്നത്. അപ്പോൾ എൻ്റെ അമ്മ പൊട്ടയാണല്ലേ, അപ്പം നിങ്ങളുടെ അമ്മ കാരണം വഴക്കൊന്നും ഉണ്ടാവും. എൻ്റെ അമ്മ എന്ത് ചെയ്തു? എൻ്റെ അമ്മ നിന്നെ പൊന്നു പോലെയല്ലേ നോക്കണത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ പൊട്ടയാണല്ലേ, അപ്പം ഞാൻ ഒരു കാര്യം ചെയ്താലോ, രാത്രി ചെന്നിട്ട് അമ്മ ഉറങ്ങണ നേരത്തെ തലേണ അങ്ങോട്ട് വെച്ചാൽ മർത്തിയാലോ, അതങ്ങോട്ട് ഇല്ലാണ്ടാക്കിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിനക്കെന്താ പ്രാന്തുണ്ടോ ചോദിക്കും. അല്ല എൻ്റെ അമ്മയല്ലേ പൊട്ടയെന്നല്ലേ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. വീണ്ടും വഴക്കിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രാമ്മയ്ക്ക് എന്തോ ഒന്നും മനസ്സിലാവില്ല, ഇത് എന്തൊക്കെയാണ് വീട്ടിൽ നടക്കണത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രാമ്മ ആകെ വിഷമിച്ച് നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ ഒരു ഉള്ളടക്കം ഉള്ളത് കേട്ടോ. രസകരമായ എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.